നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എത്രത്തോളം അപകടത്തിലേക്കാണെന്ന് ചിലപ്പോൾ ചിന്തിക്കാറില്ലേ? നമ്മുടെ കുട്ടികൾക്കും കൗമാരക്കാർക്കും യുവാക്കൾക്കും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുടുംബങ്ങളുടെ അവസ്ഥ, ഛിന്ന ഭിന്നമായ ദാമ്പത്യ ബന്ധങ്ങൾ, ലഹരിക്കടിമകളായ കുട്ടികൾ, സ്വന്തം സുഖത്തിനു വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവർ, ഒരാളെ കൊലപ്പെടുത്താൻ പോലും, ഉറ്റ ബന്ധുക്കളെ പോലും കൊലപ്പെടുത്താൻ പോലും മടിക്കാത്തവർ. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇന്ന് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് രണ്ട് വാർത്തകളാണ്. രണ്ടും കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ തല മരവിച്ചു പോകും. ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം, അതോടൊപ്പം കൊല്ലത്ത് പണത്തിനു വേണ്ടി സ്വന്തം ഭാര്യയുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിറ്റ യുവാവ്. സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത് ആലപ്പുഴ കരുവാറ്റയിലേക്കാണ്. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം 13-കാരിയുടെ ഉറ്റ ബന്ധുവായ 13-കാരിയുടെ കൊട്ടേഷൻ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഐഫോണും ബൈക്കും മേടിക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടി കൊട്ടേഷൻ നൽകിയത്. കൊലപാതകം നടത്തിയത് പെൺകുട്ടിയുടെ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന്. പ്രതികളെല്ലാവരും പ്രായപൂർത്തിയാകാത്തവർ. കഴുത്ത് ഞെരിച്ച് അതിക്രൂരമായിട്ടാണ് ഈ വയോധികനെ കൗമാരക്കാർ ചേർന്ന് കൊലപ്പെടുത്തിയത്. മാത്രമല്ല, ഈ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പെൺകുട്ടിയെ വീഡിയോ കോളിലൂടെ പ്രതികൾ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ശരണ്യ സ്നേഹിജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, ഇന്നലെ ഇതൊരു കൊലപാതകമാണ് എന്ന് സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചിരുന്നുവെങ്കിൽ പോലും ഇത് ഒരു ഉറ്റ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന വ്യക്തത ഇന്നാണ് വരുന്നത്. മാത്രമല്ല, ഈ കൊലപാതകത്തിന്റെ രീതി, എന്തിനിവർ കൊലപ്പെടുത്തി എന്ന ചോദ്യം, അത് കൊട്ടേഷൻ കൊലപാതകം, പ്രതികളെല്ലാവരും പ്രായപൂർത്തിയാകാത്തവർ, പണത്തിനും അതോടൊപ്പം ഐഫോണിനും ബൈക്കിനും വേണ്ടി ഒരു വയോധികനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ? അതിനു മുൻപ് ഒരു നാട്ടുകാരന്റെയും വാർഡ് മെമ്പറുടെയും പ്രതികരണം വന്നിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്ന വിവരങ്ങളെന്ന് ആദ്യം കേൾക്കാം. കോഴിക്ക് തീറ്റ കൊടുക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ കുട്ടി ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞ് അവൾ അങ്ങോട്ട് തിരിഞ്ഞ് പോവുകയായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ ഇവിടെ നമ്മളോട് വല്ല പടക്കം കൊണ്ട കാര്യം, അല്ലെങ്കിൽ വീട്ടിൽ വല്ല ടെൻഷനുള്ള കാര്യം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇവര് മൈൻഡ് ചെയ്തു. ഞാൻ പിന്നെ കോഴി കൊടുത്തിട്ട് ഇപ്പം അളിയൻ്റെ മോൻ ജോഷിലാൽ SNDP സെക്രട്ടറിയാണ് ഇവിടുത്തെ. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നത് കണ്ട് അമ്മ കണ്ട, ഞാൻ ജോഷി ഇങ്ങോട്ട് വരുന്നു, നീ ഒന്ന് നോക്കിയത്. ഞാൻ നിനക്ക് വരെ വല്ല കാര്യത്തിന് വന്നായിരിക്കുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യാം, അമ്മയ്ക്ക് വയ്യാതാണ് ഞാൻ പാചകം ചെയ്യുക. അപ്പം ഞാൻ പാചകം ഇട്ടു. ഇപ്പോൾ ഇവൻ വന്ന് പുറകെ 1-2 പേരും. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2-3 പേര് വരുന്നു, ഇവിടുത്തെ ജോലിക്കാരും ഒക്കെ വരുന്നു. അപ്പോൾ ഏതോ സംതിങ് അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അപ്പം ഈ കുട്ടിയാണോ നിങ്ങളോടൊക്കെ പറയുന്നത് അകത്ത് വാതിൽ തുറക്കുന്നില്ല? കിഴക്കാരെ ചെന്ന് പറയുന്നു. അവിടെയാണ് ചെന്ന് കുട്ടി പറയുന്നത്. അവളോട് ഞാൻ ചോദിച്ചു, നിന്റെ അമ്മ പ്രസവിച്ചത് ഇല്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണും കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. വന്നതും ആ പെൺകുട്ടി ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കായിരുന്നു വന്നത്. അപ്പം ഞങ്ങൾ കഥ വന്നു, അകത്ത് കയറി. ജോഷി അകത്ത് കയറുന്നു, പുറകെ ഞാൻ കയറി. അപ്പോൾ ഈ ഡെഡ് ബോഡി ഇങ്ങനെ വളഞ്ഞു കൂടി ചെമ്മീൻ പോലെ കിടക്കുന്നു. അപ്പോൾ ഈ കൈ രണ്ടും കൂടെ ഇങ്ങനെ കെട്ടിയിട്ട് ആ കൈ കിഴിപ്പോട്ടും മുട്ടയെ കൊണ്ടു, കാലിൻ്റെ മുട്ടയെ കൊണ്ടു, മുട്ടിനടിയിൽ കൂടെ ഈ കയറെടുത്തിട്ട്, ഇതിലുള്ള കയർ തന്നെ എടുത്തിട്ട് ചുറ്റിക്കെട്ടിട്ട് ആ കയർ വീണ്ടും മേലോട്ട് കൊണ്ടുവന്ന് പെടലേക്ക് ചുറ്റിയിരിക്കുകയായിരുന്നു. അതായത് ഒരു ചെമ്മീൻ വളഞ്ഞു കൂടുമ്പോൾ എങ്ങനെയുണ്ടോ ആ രീതിയിലായിരുന്നു ആ ഡെഡ് ബോഡി കണ്ടത്. അപ്പോൾ വായിന്ന് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു കുറേശ്ശെ. ഇത്രയും ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ സമയത്ത്, ഇത് കാണുന്ന സമയത്തൊക്കെ ഈ കുട്ടിയും ഇവിടെ ഉണ്ട്. കുട്ടി അവൾ ഇപ്പോൾ പരിസരത്തിൽ അവൾ അങ്ങനെ ആരോഗ്യമായിട്ടേ സംസാരിക്കുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നു. അത് ആരെ എന്താ നമുക്ക്, അവൾ ഈ റോഡിൽ നടന്നുകൊണ്ട് തെക്കോട്ട് വടക്കോട്ട് നടന്നുകൊണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കയറുന്ന സമയത്ത് നിന്ന്. പിന്നെ കുറേ കഴിഞ്ഞ് പോലീസുകാരൊക്കെ വന്നപ്പോൾ അവൾ വിളിപ്പിച്ചപ്പോൾ ഇവിടെ വന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇതിനകത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറുന്ന പോലീസ് ഓഫീസേഴ്സൊക്കെ സംസാരിച്ച് സ്റ്റേറ്റ്മെൻറ്റൊക്കെ മേടിച്ച് അവളെല്ലാത്തും ചോദിക്കുന്നതിനൊക്കെ ശരിയായ ഉത്തരവൊക്കെ പറയുന്നുണ്ടോ, ഒന്നിനും മറുപടി ഇല്ലാതില്ല. ഒരു പരിഭ്രമമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, ഒന്നും കാണുന്നില്ലായിരുന്നു. വളരെ ധൈര്യത്തിൽ എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നു. പിന്നെ വിഷമം കാണിക്കുന്നുണ്ട്, മരിച്ചുപോയതിൻ്റെതായ ഒരു വിഷമം മുഖത്ത് നമുക്ക് കാണാം. ഇവിടെ പോലീസുകാർ പറഞ്ഞ് നോക്കിയിട്ട് പറയുന്നത് ഇയാൾ മരിച്ചിട്ട് ഏതാണ്ട് 30 മണിക്കൂർ കഴിഞ്ഞു. അതായത് ശനിയാഴ്ച രാത്രിയിലായിരിക്കണം സംഭവിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ ഈ മനുഷ്യനെ ഞാനിവിടെ ഈ വീടിൻ്റെ ഭാഗത്ത് വെച്ച് കണ്ട്. അപ്പോൾ പെണ്ണ് പറഞ്ഞായിരുന്നു, അമ്മ പോകുമ്പോഴേക്ക് 8 പോയിൻ്റ് ആഭരണം ഇവിടെ അലമാരി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് ഇവളെ കൂട്ടുകാരോട് പറഞ്ഞു കാണും. അപ്പം
പിന്നെ ഇവളെ വിളിപ്പിച്ച് ശരിമെല്ലാം കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് ഇവളെ വിളിപ്പിച്ച് ഇവളെ അറസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എല്ലാം സംഭവിച്ചു. ഞാൻ ഇന്നലെ രാവിലെ 9:30 മണിക്കാണ് ഇങ്ങനെ ഇവിടെ ഒരു കൊലപാതകം നടന്നതായിട്ട് ഞാൻ അറിയുന്നത്. ഈ വീടിന്റെ തൊട്ട് കിഴക്ക് വശത്തുള്ള ഒരു പൊതുപ്രവർത്തകൻ ജോഷിലാൽ എന്റെ സുഹൃത്ത്, അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞത്, മെമ്പറെ ഇന്നപോലെ പടിഞ്ഞാറേ വീട്ടിലെ ആള് മരണപ്പെട്ട് കിടക്കുന്നു, കൈയും കാലും കിട്ടിയ നിലയിലാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ അടുക്കളയുടെ വടക്ക് വശത്തെ ഒരു പിന്നെ വർക്ക് ഏരിയയുടെ ഒരു ഡോറ് ഇവര് അടുത്ത് പണി ചെയ്ത ആളിനെ കൊണ്ടാണ് ഈ ജോഷിലാലാണ് തല്ലിപ്പൊട്ടിച്ച് അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ അവിടെ മരണപ്പെട്ടല്ല, ഇങ്ങനെ കിടന്ന് കൈയും കാലും, കാല് നോർമലായിട്ടുള്ള കെട്ടായിരുന്നു, കൈ വളരെ ശക്തമായിട്ട് കുറെ 3 വർഷമായിട്ട് ഞാൻ പല പ്രാവശ്യങ്ങളിലും ഈ വീടുകളിൽ പല ആവശ്യങ്ങൾ പഞ്ചായത്തോട് എന്റെ വൈഫായിരുന്നു നേരത്തെ മെമ്പർ, അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ വന്നത്. പല ആവശ്യങ്ങൾക്കും പഞ്ചായത്തോട് ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഇവിടുത്തെ കുടുംബത്തിനെ ഒന്നും കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലേക്ക് വരുന്ന റോഡിൽ വെള്ളം കെട്ടിയിരുന്നപ്പോൾ പരിസരവാസികൾ പറഞ്ഞ് ഇവരുടെ വീട് പണിക്ക് ഇവരുടെ മകൾക്ക് 2 മക്കൾക്കും ഇതിന് തൊട്ട് മുൻപായിട്ട് വീട് പണിയുന്നുണ്ട്. ഇപ്പം വാടക വീട്ടിലാണ് ഈ സംഭവം നടന്നത്. ആ വീട്ടിലേക്ക് ലോഡ് വന്നപ്പോൾ പൈപ്പ് പൊട്ടിയതുകൊണ്ടാണ് വെള്ളം ഒഴുകാത്തത് പറഞ്ഞനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് ബെല്ലടിച്ചപ്പോൾ ഇവിടുത്തെ ഒരു സ്ത്രീ, ആരാണെന്ന് എനിക്കറിയത്തില്ല, ഒരു സ്ത്രീ തുറന്നു. ഞാൻ കാര്യം പറഞ്ഞു നമ്മുടെ പൈപ്പ് ഇട എന്ന് പറഞ്ഞ് കഥ കടയ്ക്കാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഈ പരിസരവാസികൾ പറഞ്ഞുള്ള. ശിവൻകുട്ടിയെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഇന്നലെ ഫോണിലാണ് കാണുന്നത്. പിന്നെ മരിച്ചു കിടക്കുന്ന ഒരു ഭാഗമാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം സൈക്കിളിൽ ഉരുട്ടിക്കൊണ്ട് പോകും എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ചായക്കടയുണ്ട്, അവിടെ പോലും അദ്ദേഹം അങ്ങനെ വന്നിരിക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ആലപ്പുഴ കരുവാറ്റയിൽ 67കാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അവിശ്വസനീയമായ കഥകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഒരു 13 വയസ്സുള്ള പെൺകുട്ടി ഒരു കുട്ടിത്തം മാറി ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുന്ന പ്രായമേ ഉള്ളൂ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ വീടുകളിൽ ഇതുപോലെ ഈ പ്രായത്തിലുള്ള കൊച്ചുമക്കളുണ്ട്. അവരെ ചെറിയ കുസൃതികൾ മാത്രം കാണിച്ച് വളരുന്നൊരു കാലഘട്ടം. ആ പ്രായത്തിലാണ് ഒരു പെൺകുട്ടി കൊലപാതകത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്നത്, കൊട്ടേഷൻ നൽകുന്നത്, അതും ഐഫോൺ വാങ്ങാൻ, കാമുകന് ബൈക്ക് വാങ്ങാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം സൂചനകൾ ഈ പെൺകുട്ടിയിലേക്ക് എങ്ങനെയാണ് അന്വേഷണം എത്തിയത്? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നോ, അതോ നാട്ടുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? ടോമെ, കരുവാറ്റയിലെ ഈ വീട്ടിൽ ഇവരെ താമസം ആരംഭിച്ചിട്ട് 1.5 വർഷം മാത്രമാണ് ആകുന്നത്. 6 മാസം മുമ്പാണ് കൊല്ലപ്പെട്ട ശിവൻകുട്ടി അവിടേക്ക് എത്തുന്നത്. അതായത് ശിവൻകുട്ടിക്ക് 2 പെൺമക്കളാണ്. ഇവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾക്കായാണ് ഇയാൾ അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. വീട് നമ്മൾ നേരത്തെ സംസാരിച്ച ആൾ വീട് വാടകയ്ക്ക് നൽകിയ വ്യക്തിയാണ്. ആ വീടിനോട് ചേർന്ന് തന്നെ, അദ്ദേഹത്തിന്റെ വീടാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്, ആ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മളോട് സംസാരിച്ച അയൽവാസിയായ വ്യക്തിയുടെയും വീട് ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് 6 മാസം മുമ്പ് ഈ കൺസ്ട്രക്ഷന്റെ ഭാഗമായാണ് ഇദ്ദേഹം വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ 2 മക്കളും പെൺമക്കളും വിദേശത്തായിരുന്നു. അതിനുശേഷം ഒരാൾ നാട്ടിലേക്ക് എത്തി, ഇപ്പോൾ ഈ വീട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റേ മകൾ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മക്കളുടെ വീടിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പണം ആ വീട്ടിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ വീട്ടിൽ ഒരു 8 പവനോളം സ്വർണവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സ്വർണം കൈക്കലാക്കുന്നതിനും പണം കൈക്കലാക്കുന്നതിനും വേണ്ടിയായിരുന്നു കൊലപാതകം എന്നുള്ള വിവരമാണ്. അതായത് ഈ കൊലപാതകം നടന്നു എന്നുള്ള വിവരം പുറത്തറിയുന്നത് ഇന്നലെ രാവിലെയാണ്. പക്ഷെ ശനിയാഴ്ച രാത്രിയോടുകൂടി മർഡർ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ അനുമാനം. അതിനനുസരിച്ച് ഈ കൊല്ലം പരവൂർ സ്വദേശികളായ 16-17 വയസ്സുള്ള 3 കുട്ടികൾ അവര് വന്നിട്ടുള്ളതിന്റെ ട്രെയിൻ ടിക്കറ്റ് അടക്കമുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റാരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. കാരണം ഈ കൗമാരക്കാരായ 4 പേർ ചേർന്നിട്ടാണ് ഈ കൊലപാതകം. അതിൽ ഇതിന്റെ മുഖ്യ ആസൂത്രണം നടന്നിട്ടുള്ളത് ഈ അടുത്ത ബന്ധുവായ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. ആ കുട്ടിക്ക് 13 വയസ്സ് മാത്രമാണ് ഉള്ളത്. ഈ കുട്ടിയാണ് എങ്ങനെ വരണമെന്നും എങ്ങനെ കൊലപ്പെടുത്തണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ ഈ കൊലപാതകം അടക്കമുള്ള വിഷയങ്ങൾ, സ്വർണം കവരുന്നത്, വീടിനകത്ത് നിന്ന് അലമാരി തുറന്ന് അതിനകത്ത് നിന്ന് സ്വർണം എടുത്തിട്ടുണ്ട്, മൊത്തം വസ്ത്രങ്ങളും വാരി വലിച്ച നിലയിലായിരുന്നു, പണം എടുത്തിട്ടുണ്ട്, മുളക് പൊടി വിതറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കുട്ടി പറഞ്ഞിരുന്നത് തൻ്റെ അമ്മയും മറ്റുള്ളവരുമൊക്കെ അവിടെ ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ
പിന്നീട് ഈ ശനിയാഴ്ച പോയ ആൾ പിന്നെ ഞായറാഴ്ച വന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ അടുത്ത ബന്ധുവിനെ കാണാതായതിനുള്ള സംശയങ്ങൾ ഒന്നും തന്നെ പ്രകടിപ്പിക്കാതെ വിളിച്ചിട്ട് കതക് തുറന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം ഇവിടെ എത്തുന്നു, അതായത് തിങ്കളാഴ്ച ഇന്നലെ രാവിലെയോടുകൂടി വീണ്ടും എത്തി ആണ് അയൽവാസിയായിട്ടുള്ള ആളോട് ചെന്നിട്ട് ഈ വിവരം അറിയിക്കുന്നത്. തുടർന്ന് അവരെത്തി പരിശോധന നടത്തുമ്പോഴാണ് വീടിന്റെ പിൻഭാഗത്തെ വാതിലിലൂടെ അകത്തേക്ക് പിൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറിയപ്പോഴാണ് ഈ ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ ഡൈനിങ് ടേബിളിന്റെ സൈഡിലായി മൃതദേഹം കിടക്കുന്നതായി കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ പോലീസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആ വീട്ടിലൊരു ശുചിമുറിയുണ്ട്. ആ ശുചിമുറിയുടെ വെന്റിലേഷൻ അതൊരു ചെറിയ ഭാഗമാണ്. ആ ചെറിയ ഭാഗത്തിലൂടെയാണ് ഈ കുട്ടികൾ, അതായത് കൊച്ചുകുട്ടികളാണ്, ഇവരാണ് അകത്തേക്ക് കയറിയത് എന്നുള്ളതാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൃത്യത്തിന് മുൻപ് ശിവൻകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നും തലയ്ക്ക് ശക്തമായ അടിയേറ്റെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. അടിയേറ്റുന്ന തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. അബോധാവസ്ഥയിലായ ശേഷം ശ്വാസം മുട്ടിച്ച് ശിവൻകുട്ടിയെ പ്രതികൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ആ പോസ്റ്റ്മോർട്ടം വിവരങ്ങളിലേക്ക് എത്താം. ശരണ്യ സ്നേഹജനിലേക്ക് വരാം. അതിനു മുൻപ് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് ഒന്ന് പോവുകയാണ്. ലഹരി കണ്ണികൾക്കെതിരെയും ലഹരി വ്യാപനത്തിനെതിരെയും ന്യൂസ് 18 നടത്തുന്ന ED 2026 ക്യാമ്പയിൻ DO അധ്യയന വർഷത്തെ 2ാം എഡിഷന് തൃശ്ശൂർ തുടക്കമായിരിക്കുകയാണ്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലാണ് പരിപാടി നടക്കുന്നത്. തൃശ്ശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഇപ്പോൾ സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണം. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്റെ വീട്ടിലില്ല, അടുത്ത വീട്ടിലാണ്, അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള വീട്ടിലാണ് എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ആശ്വസിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ലഹരി എന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത വീട്ടിലോ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലോ ഇപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാതിൽപ്പടിയിലും അത് മുട്ടി നിൽക്കാനായിട്ട് അധികം നേരം ആവശ്യമായി വരില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഭാഗമാകുന്നത് ഒരുപക്ഷെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ കഴിയാത്ത, സ്വയമായിട്ട് തീരുമാനമെടുക്കാൻ പോലും കഴിയാത്തൊരു പ്രായത്തിൽ ഇതിൽ അടിമപ്പെട്ട് പോകുന്നതാണ്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തെ ഉയർത്തിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എല്ലാവരും ഭംഗിയായിട്ട് ചെയ്യണമെന്നും ലഹരിക്കെതിരെയായിട്ടുള്ള പ്രതിജ്ഞ നിങ്ങൾ എല്ലാവരും എടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി കളക്ടർ. നമുക്ക് മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. അതിഥിയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന 45-ാം വാർഡിലെ കൗൺസിലർ സുമേഷ്. കൗൺസിലർ മാത്രമല്ല, കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. നമുക്ക് കയ്യടികളോടുകൂടി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. കാക്കിയെ കണ്ട് ആരും പേടിക്കണ്ട. കാക്കിയിട്ടവർ നാടിന്റെ നന്മയ്ക്കു വേണ്ടി ജീവിതം അർപ്പിച്ചവരാണ്. അവരുടെ തലവൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നകുൽ രാജേന്ദ്ര ദേശ്മുഖിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിൽ വരുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾ, സ്കൂൾ സ്റ്റുഡൻസ്, ന്യൂസ് 18 എല്ലാ ടീം, ആന്റി ഡ്രഗിന്റെ ക്യാമ്പയിനുമായിട്ട് നിങ്ങൾ എല്ലാ ആൾക്കാർക്കും അറിയാം, നമ്മുടെ പോലീസ് സേന ഓപ്പറേഷൻ തൂഫാനായി തുടങ്ങിയത്. ശരിക്കും ഇന്ന് പറഞ്ഞ സ്ഥിതിയിൽ ഓപ്പറേഷൻ തൂഫാൻ പോലീസിന്റെ മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ ആന്റി ഡ്രഗ് ക്യാമ്പയിനിന്റെ ഒരു ചരിത്രമായിട്ട് മാറിക്കുകയാണ്. ആസ് എ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിങ്ങൾക്ക് എല്ലാ ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്ത് നമ്മുടെ പോലീസിന്റെയും തൂഫാനിന്റെ ആക്ഷൻ ബന്ധപ്പെട്ട് ഏകദേശം 340ഓളം ആള് നമ്മൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് വലിയ ഒരു സപ്പോർട്ട് നമുക്ക് പബ്ലിക്കിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഈ തൂഫാന് പോലീസ് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ മാത്രമല്ല, എല്ലാ ദിവസവും എനിക്ക് ജനങ്ങളുടെ നിന്നും തന്നെ അവിടെ നിന്ന് മെസ്സേജസും കോൾസ് വരുന്നുണ്ട്. അവർ കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് കുറെ ആൾക്കാരൊക്കെ പിടിച്ചിട്ടുണ്ട്. പോലീസിന്റെ നമ്മുടെ ഖാക്കി പറഞ്ഞ ഉള്ള ഒരു കാര്യങ്ങൾ ദാറ്റ് നമ്മൾ ഒരു പ്രിവെന്റീവ് ആക്ഷൻസോ ഇല്ലെങ്കിൽ അറസ്റ്റും നടപടി മാത്രമാണ്. ബട്ട് അത് ഇല്ലാതെ തൂഫാനിന്റെ ഭാഗമായിട്ട് നമുക്ക് തൂഫാൻ വാരിയേഴ്സും തൂഫാൻ കെയർ ആയ 2
ഒരു സംവിധാനമുണ്ട്. ഇതിൻ്റെ അകത്ത് തൂഫാൻ കെയർ പറയുന്ന സംവിധാനത്തിൽ ഈ രാസലഹരിയോ ഇല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ എന്തെങ്കിലും ബാഡ് ഇൻഫ്ലുവൻസ് ആയ ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്കും റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് നമുക്ക് മെയിൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ ലഹരിയിൽ ഉൾപ്പെടുത്ത ആൾക്കാർക്ക് ഒരു വേറെ എവിടെയെങ്കിലും വന്ന ആൾക്കാർക്ക് ഇല്ലെങ്കിൽ ഏലിയൻസ് അല്ല, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. പല ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസും ഇല്ലെങ്കിൽ ഫാമിലി ബന്ധപ്പെട്ട ഇഷ്യൂസും അവിടെ നിന്ന് പല മാനസിക പ്രശ്നത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ രാസലഹരിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേ ആൾക്കാർക്ക് നമ്മളും ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു റീഹാബിലിറ്റേഷനും അവർക്ക് സൊസൈറ്റിയുടെ കൂടെ റീഇൻറ്റിഗ്രേഷൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ തൂഫാൻ കെയർ. സോ ഈ ന്യൂസ് 18 നിങ്ങളുടെ എല്ലാ മാധ്യമത്തോട് ഞാൻ ഈ നമ്മുടെ തൂഫാൻ കെയറും നമ്മുടെ എല്ലാ ആൾക്കാരെ ശ്രദ്ധിക്കണം. നിങ്ങൾ കൊടുക്കുന്ന ഇൻഫോർമേഷനും ഈ ഡ്രഗ്സ് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ നമ്മൾ ആളെ പോയി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവർക്ക് നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവർക്ക് ഒരു നല്ല ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഉത്തരവാദിത്വമുണ്ട്. സോ അത് വെച്ചിട്ട് ഈ തൂഫാനിന്റെ കൂടെ തന്നെ തൂഫാൻ കെയർ നമ്മൾ എല്ലാ ആൾക്കാരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഇത് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനെ അറിയിക്കുക. ഇല്ലെങ്കിൽ അവിടുത്തെ ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ലെങ്കിൽ അവിടുത്തെ കമ്മീഷണറിനോട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ആരുടെ ഇൻഫോർമേഷൻ ലീക്ക് ചെയ്യാതെ രഹസ്യമായി അവിടെ പോയിട്ട് അവർക്കെല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കോൾ വന്നായിരുന്നു. ആ കോളിൽ ഒരു അമ്മ പറഞ്ഞു, എൻ്റെ മോന് ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലുണ്ട്. ആള് +1 വിദ്യാർത്ഥിയാണ്. ബട്ട് ആൾക്ക് വേറെ പോലീസ് ആക്ഷൻ ആയിട്ട് പേടിയായതുകൊണ്ട് അവർ ആർക്കും പറയത്തില്ല. ആളിപ്പോ വീട്ടിലെ വയലൻസ് തുടങ്ങിയതാണ്. അമ്മയുടെ കോള് നമുക്ക് കേട്ടിയ ശേഷം നമ്മൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ടീം വിട്ടിട്ട് ആ കുട്ടിയുടെ കൗൺസിലിങ്ങും ആളുടെ റീഹാബിലിറ്റേഷൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. സോ ഇത് പ്രകാരം നമുക്കൊരു കോഴ്സീവ് ആക്ഷൻ ഇല്ലാതെ നമുക്ക് ജനങ്ങൾക്ക് പിന്നെ സൊസൈറ്റിയിൽ കൊണ്ടുവരുന്ന ആക്ഷനുമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. അതിൻ്റെ കൂടെ തന്നെ തൂഫാൻ വാരിയേഴ്സ് ഈ കോളേജിൽ തന്നെ നമ്മുടെ പല ആൾക്കാരൊക്കെ ആയിട്ട് സന്ദർശിച്ചിട്ട് തൂഫാൻ വാരിയറായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. തൂഫാൻ വാരിയറായ ആൾക്കാരുടെ കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഈ സമാജത്തിൽ സൊസൈറ്റിയിൽ ബോധവൽക്കരണം നടക്കുന്ന കാര്യങ്ങളാണ്. പല ആൾക്കാർക്ക് ചെറുപ്പകാലത്ത് ഇതിന്റെ ചെറിയ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് അവർ മേ ബി 21-22 ആയി കഴിഞ്ഞാൽ അത് അഡിക്ഷൻ ആയിട്ട് മാറും. പിന്നെ പിൻവലിക്കാൻ സാധിച്ചിട്ടില്ല. സോ ആ സ്റ്റാർട്ടിങ് മുതൽ ലെറ്റ്സ് സേ 16-17 ഇയേഴ്സ് മുതൽ നമുക്ക് ആ ഇൻഫോർമേഷനും അതിന്റെ ബാഡ് ഇഫക്ട്സും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്താണ് അത് എല്ലാ ആൾക്കാർക്കും മനസ്സിലായ ശേഷം വി ആർ വെരി ഷുവർ ദാറ്റ് പീപ്പിൾ വോണ്ട് ഗോ ടു ദാറ്റ് വേ. അതായതുകൊണ്ട് എല്ലാ ആൾക്കാർക്ക് ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ഇവിടെ ഉണ്ട്, പ്രിൻസിപ്പലും ടീച്ചേഴ്സും അതിന്റെ കൂടെ തന്നെ കോളേജിന്റെ ഹെഡ് ബോയ് ഹെഡ് ഗേൾസും നമുക്ക് ഒരു തൂഫാൻ വാരിയറായിട്ട് പ്രഖ്യാപിക്കാം. ഈ തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് നമുക്കൊരു ബോധവൽക്കരണ ക്ലാസ്സും അത് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ ഇൻഫോർമേഷൻ നമ്മൾ ജനങ്ങൾ കൂടെ എത്തിക്കണം. ഇത് ഈ തൂഫാൻ ആൻഡ് ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നമുക്ക് എല്ലാ ആൾക്കാർക്കും എത്തിക്കണം. ബിക്കോസ് രാസലഹരി ഒറ്റയ്ക്ക് ഒരു ഫാമിലിക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന വഴക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ബാധിക്കത്തില്ല. ബട്ട് ആ വഴക്കിന്റെ റീസണ് രാസലഹരി ഉണ്ടെങ്കിൽ നാളെ അത് നമ്മുടെ വീട്ടിൽ എത്തും, നമ്മുടെ കുട്ടികളും നമ്മുടെ വരുന്ന ജനറേഷൻ ഫ്യൂച്ചർ ജനറേഷനിൽ ബാധിക്കും. സോ ഇതായതുകൊണ്ട് നമ്മുടെ എല്ലാ ആൾക്കാരുടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ അടുത്ത ജനറേഷൻ സേഫ് ആവണം. അതിനുവേണ്ടി വി ഓൾ ഷുഡ് കം ടുഗെദർ ആൻഡ് ഫൈറ്റ് അഗേൻസ്റ്റ് ഡ്രഗ്. വിത്ത് ദിസ് നമുക്ക് കളക്ടർ മാഡം പറഞ്ഞ പോലെ തന്നെ എല്ലാ ആൾക്കാരും ഒരു പ്രതിജ്ഞ എടുക്കണം. ഇന്ന് മുതൽ നമുക്ക് ആ തൂഫാനിന്റെ ഭാഗമാവണം. അതിന്റെ കൂടെ തന്നെ ആന്റി ഡ്രഗ് ആയ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് നമുക്ക് തൃശ്ശൂർ മാത്രമല്ല കേരളം മുഴുവൻ ഡ്രഗ്സ് ഫ്രീ ആയിട്ട് ആക്കുന്ന ഒരു പ്രതിജ്ഞ നമ്മൾ എല്ലാ ആൾക്കാരും സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖാണ് ഇപ്പോൾ സംസാരിച്ചത്. ന്യൂസ് 18 നടത്തുന്ന ലഹരിക്കെതിരായ ക്യാമ്പയിൻ AD 2026 ക്യാമ്പയിന്റെ ഈ അധ്യയന വർഷത്തെ 2ാം എഡിഷനാണ് തൃശ്ശൂരിൽ തുടക്കമായിരിക്കുന്നത്. ശരണ്യ സ്റ്റേഷനിലേക്ക് വീണ്ടും പോവുകയാണ്. ശരണ്യ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കരുവാറ്റയിലെ കൊലപാതക കേസിലേക്കായിരുന്നു. അവിടെയും നമ്മൾ ന്യൂസ് 18 കഴിഞ്ഞ വർഷമാണ് 2025 ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്രയധികം ലഹരി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുന്നുണ്ട്. കുട്ടികളെ ഈ ലഹരി മൂലമാണ് അവർ പലപ്പോഴും അക്രമത്തിലേക്ക് മാറുന്നത്, കൊലപാതകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഉറ്റവരെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് മനസ്സ് വൈകൃതമാകുന്നത്. ഈ കേസിൽ കരുവാറ്റയിലെ കൊലപാതകത്തിലും
ഈ പ്രതികളായിട്ടുള്ള കുട്ടികൾ അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ പോലീസ്? ആ രീതിയിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ടോ? ടോമേ, ഈ സംഭവത്തിനകത്ത് നമുക്കറിയാം, നേരത്തെ നമ്മൾ ന്യൂസ് 18ന്റെ ഡ്രഗ് അവയർനെസിന്റെ ക്യാമ്പയിൻ നമ്മളിപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രാധാന്യം ഈ വിഷയത്തിനകത്ത് അർഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ഞെട്ടിയിട്ടുണ്ട്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊലപ്പെടുത്താനായി ആൺ സുഹൃത്തുമായി ചേർന്ന് പദ്ധതിയിടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് എങ്ങനെയെന്നുള്ളത് അതും അവർ ലക്ഷ്യം വെച്ചിരുന്നത് ആ പെൺകുട്ടിക്ക് ഒരു ഐഫോൺ വാങ്ങുക, അതോടൊപ്പം തന്നെ ആൺ സുഹൃത്തിനൊരു ബൈക്ക്. ഇതിനു വേണ്ടിയാണ് ഏറ്റവും അടുത്ത സ്വന്തം ബന്ധുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതിൽ ആ പദ്ധതിക്ക് മുഴുവൻ ആസൂത്രണത്തിനും മുന്നിൽ നിന്ന് കാര്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്തത് ഈ 13 വയസ്സുകാരി ആയിരുന്നു എന്നുള്ളതാണ്. വീട്ടിലുള്ള അടുത്ത ബന്ധുക്കൾ പോയ സമയം നോക്കി ഈ ഒരു പദ്ധതി തയ്യാറാക്കി ആൺ സുഹൃത്തിനോടും ആ കൗമാരക്കാരനോടൊപ്പം ഉണ്ടായിരുന്ന 2 മറ്റു സുഹൃത്തുക്കളും കൂടെ ചേർന്നാണ് അവർ വീട്ടിലെത്തി ഈ 3 കുട്ടികളെന്ന് തന്നെ അവരെ പറയണം, 16, 17 വയസ്സുള്ളവരാണ്. അവര് ഈ കൊലപാതകം നടത്തി തിരികെ പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവത്തിനകത്ത് നമുക്ക് 13 വയസ്സുകാരി അല്ലെങ്കിൽ ഈ 16, 17 വയസ്സുള്ളവർ ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു സംശയത്തിലേക്ക് വരുമ്പോൾ അവിടെ ലഹരി ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് ഈ പിടിക്കപ്പെട്ട 3 കൗമാരക്കാരായ കുട്ടികളും എന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇവര് ലഹരി ഉപയോഗത്തിന് അടിപ്പെട്ടവരാണ്, അവർക്ക് ലഹരി ഉപയോഗം ഉണ്ട് എന്നുള്ളതാണ്. ഈ പെൺകുട്ടി അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഒപ്പം കഞ്ചാവും മദ്യപാനവും അടക്കമുള്ളവ ഈ കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അയൽവാസിയിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ ലഭിച്ചിരുന്നു. കാരണം വീട്ടിൽ ആളുകളില്ലാത്ത സമയത്ത് ഇത്തരത്തിലൊരു കൂടിച്ചേരലുകൾ അവിടെ ഉണ്ട് എന്ന് അയൽവാസിയും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പിടിക്കപ്പെട്ട കുട്ടികൾ 4 പേരും, അതായത് 3 ആൺകുട്ടികളും ആ പെൺകുട്ടിയും ലഹരി ഉപയോഗിക്കുന്നവരാണ്. അവർ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉപയോഗമുണ്ട് എന്നുള്ള വിവരത്തെ സംബന്ധിച്ച സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയുമ്പോഴാണ് എത്രമാത്രം ആപത്ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഏറ്റവും അടുത്ത ബന്ധുവിന് വേണ്ടിയാണ്, അതും ആ കൊലപാതകത്തിന്റെ രീതി എന്ന് പറയുന്നത് ക്രൂരമായിരുന്നു. ഈ ബാത്റൂമിന്റെ ശുചിമുറിയുടെ വെന്റിലേഷനിലൂടെയാണ് ഈ 3 ചെറിയ കുട്ടികളും അകത്ത് പ്രവേശിച്ചത്. അവരതിനുശേഷം ഈ ബാത്റൂം ഡോറ് തകർക്കാൻ ശ്രമിക്കുന്നു. അത് തകർക്കുന്ന ശബ്ദം കേട്ട് വന്ന ഈ ശിവൻകുട്ടിയെയാണ് അതായത് പെൺകുട്ടിയുടെ അടുത്ത ബന്ധുവിനെയാണ് ഇവര് മർദ്ദിച്ചത്. അത് കൊലപാതകത്തിന് മുമ്പ് ക്രൂരമായി മർദ്ദിച്ച് അബോധാവസ്ഥയിലേക്ക് അയാളെ എത്തിച്ചു എന്നുള്ളതാണ്. തലയ്ക്ക് ശക്തമായ അടിയേറ്റിട്ടുണ്ട്. ഈ തലക്കേറ്റ അടികളിൽ ആന്തരിക രക്തസ്രാവം തലച്ചോറിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖത്ത് പരിക്കുണ്ട്. താടിയലിനും മുകളിലേക്കാണ് ആഴത്തിലുള്ള പരിക്കുകൾ എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുള്ളത്. അബോധാവസ്ഥയിലേക്ക് വീണ ശേഷം വായിൽ ശ്വാസം മുട്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏറ്റ അടിയുടെയും ആഴത്തിലുള്ള പരിക്കുകളുടെയും അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടിക്കുക കൂടി ചെയ്തപ്പോൾ അത് കൊലപാതകത്തിലേക്ക് പോയി എന്നുള്ള കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതാണിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഈ ഒരു മൃതദേഹം കെട്ടിയിട്ടൊരു രീതി കൂടി പരിശോധിക്കണം. ദൃക്സാക്ഷികളായ ആളുകൾ പറഞ്ഞത് കൈ കെട്ടിയിട്ടുണ്ടായിരുന്നു, കാല് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കാല് കഴുത്തിലേക്ക് വലിച്ച് കെട്ടി ആ രീതിയിൽ ഒരു കൊഞ്ച് വളഞ്ഞു കിടക്കുന്നത് പോലെയാണ് മൃതദേഹം അതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഈ കൊച്ചു കുട്ടികൾ ഇത്രമാത്രം ക്രൂരമായ രീതിയിലേക്ക് ഇത് ചെയ്ത് അവര് ഒരു വെപ്രാളവുമില്ലാതെ, അതായത് ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് വീഡിയോ കോൾ വിളിച്ച് ഈ അടുത്ത ബന്ധുവായ 13 വയസ്സുകാരി അത് കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത്ര വലിയൊരു സംഭവമായി, ഇത് ഞെട്ടിക്കുന്ന സംഭവമായി കരുവാറ്റയിലെ കൊലപാതകം മാറുന്നു എന്നുള്ളതാണ്. ഈ കുട്ടികൾക്കൊക്കെ തന്നെയും ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു. മാത്രമല്ല കുടുംബ പശ്ചാത്തലത്തിൽ ചില ദാമ്പത്യ ബന്ധങ്ങളിലെ രക്ഷകർത്താക്കളുടെ തകർച്ചകൾ അടക്കമുള്ള വിഷയങ്ങളും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ 13 വയസ്സുകാരിയുടെ കാര്യത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ, തർക്കങ്ങൾ മുത്തശ്ശനുമായി ഈ 6 മാസത്തിനിടയിൽ ഇവിടെ വന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള സൂചനകളുമൊക്കെ ലഭ്യമാകുന്നുണ്ട്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്
ഇവിടെ ഉണ്ടായിരുന്നത് ഈ 13കാരിയും ഒപ്പം തന്നെ മറ്റ് 2 സ്ത്രീകളുമാണ് അവരോടൊപ്പം താമസിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് ഈ ആൾക്കൊപ്പം ശിവൻകുട്ടി എന്ന വ്യക്തി കടന്നു വരികയും അതിനോട് തുടർന്ന് അടുത്ത ബന്ധുവായി അദ്ദേഹം എത്തുകയും അദ്ദേഹവുമായി ഈ വിഷയങ്ങളിനകത്ത്, അതായത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലഹരി ഉപയോഗത്തെ, പെൺകുട്ടിയുടെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് ഇവർക്ക് ധാരണ ഉണ്ടായിരുന്നു എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും സിന്തറ്റിക് ഡ്രഗ്സ് അടക്കമുള്ളവ ഉപയോഗിച്ച് ഉറ്റ ബന്ധുവായ ശിവൻകുട്ടി ഈ പെൺകുട്ടിയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതോടൊപ്പം ഈ സൗഹൃദങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നു, അതിനെ ചോദ്യം ചെയ്യുന്നു, അത് തടയുന്നു. അതിന്റെ പ്രതികാരം ഒരുപക്ഷെ കൊലപാതകത്തിന് പിന്നിലുണ്ടോ? ഈ രീതിയിൽ പണം തട്ടുക, ഫോണും ബൈക്കും വാങ്ങാൻ പണം തട്ടുക എന്നതിനേക്കാൾ അപ്പുറം ഇത്തരം ഈ പെൺകുട്ടിയുടെ ഒരു വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് ഈ ബന്ധുവായ ശിവൻകുട്ടി അറിഞ്ഞത് അതും ഒരു പകയ്ക്ക് കാരണമായിട്ടുണ്ടോ, കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം ശരണ്യ സ്നേഹജൻ സൂചിപ്പിച്ച 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടതാണത്. ഈ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം, അതോടൊപ്പം ഇവളുടെ ഈ 13കാരിയുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അതായത് അമ്മയും അച്ഛനും തമ്മിലുള്ള ദാമ്പത്യ തർക്കം, ഇരുവരും തമ്മിൽ വിവാഹബന്ധം വേർപിരിയുന്നു. അങ്ങനെ ശിഥിലമായ ഒരു കുടുംബത്തിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടി സ്വാഭാവികമായും ഈ രീതിയിൽ മാറിയില്ലെങ്കിൽ പോലും അതിശയപ്പെടാനില്ല. കാരണം അത് ഒരു സ്വാഭാവികമായ രീതിയിലായിരുന്നില്ല. അത്രയധികം പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ മാത്രമല്ല, വീട്ടിലെ കലഹമടക്കം നേരിട്ട് കണ്ടു വളർന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ ആരുടെയും കരുതൽ അവൾക്കുണ്ടായിരുന്നില്ല. ഒരു സ്നേഹം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അമ്മ വിദേശത്തായിരുന്നു. പിന്നീട് ഈ പറയുന്ന ബന്ധുക്കളുടെ ഇടയിൽ ഒറ്റപ്പെട്ട ജീവിതം, അങ്ങനെ ബാല്യകാലത്തെ ദുരനുഭവങ്ങളൊക്കെ ഈ പെൺകുട്ടിയെ ഈ രീതിയിലേക്ക് എത്തിച്ചുവെങ്കിൽ അവിടെ ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ മാത്രമല്ല, നമ്മുടെ സമൂഹവും അല്ലെങ്കിൽ ആ കുടുംബവും അതിന് ഉത്തരവാദികളാണ്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട്ലൈവ് തുടരുന്നു. അശ്ലീല ദൃശ്യങ്ങൾ ഭർത്താവ് വെബ്സൈറ്റുകൾക്ക് വിറ്റെന്ന പരാതിയുമായി യുവതി. കൊല്ലം സ്വദേശിനിയാണ് പരാതിക്കാരി. വിദേശത്ത് ഒരുമിച്ച് താമസിക്കവേ ഭർത്താവ് പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ. നാട്ടിലെത്തിയ ശേഷം ഭർത്താവിന് കൌൺസിലിംഗിന് വിധേയനാക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ക്രൂരമർദ്ദനമേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന്. വിനീഷ്, ഒരു ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. ഒരു യുവതിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം, ഭർത്താവിന്റെ ഭാഗത്തുനിന്നുള്ള അങ്ങേറ്റം ക്രൂരമായ ലൈംഗിക വൈകൃതത്തിന് ഇരയായ ഒരു യുവതി. അത് മാത്രമല്ല, പിന്നീട് ആ പെൺകുട്ടി, ആ യുവതിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു, അത് അശ്ലീല സൈറ്റുകൾക്ക് വിൽക്കുന്നു. ഇത് എന്നാണ് ഈ പരാതി ലഭിക്കുന്നത്? ഇതിന്മേലുള്ള പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ്? ടോം, കഴിഞ്ഞ ദിവസമാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി ലഭിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് തന്നെ വിദേശത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തുടർന്നാണ് ഈ കുടുംബം നാട്ടിലെത്തുകയും ആ പരാതി നൽകുകയും ചെയ്യുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംഭവങ്ങൾ, കോലാഹലങ്ങൾ എല്ലാം ഉണ്ടായി എന്നാണ് നമുക്ക് ഈ പരാതിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ടോം, ഇത് സംഭവം വിദേശത്ത് നടന്നതായതുകൊണ്ട് നമ്മുടെ കേരള പോലീസിന് ഇത് അന്വേഷിക്കുന്നതിലും ചില പരിമിതികളുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ ഭർത്താവിനെതിരെയാണ് ഈ ഭാര്യ പരാതിപ്പെട്ടിരിക്കുന്നത്. തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ഫോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു എന്നാണ്. പക്ഷേ ഇത് ദൃശ്യങ്ങൾ പകർത്തുന്നത് ഭാര്യ അറിഞ്ഞിരുന്നു. പക്ഷേ ഇത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങളൊന്നും തന്നെ താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ ഇത് അറിയുന്നത് മറ്റ് സുഹൃത്തുക്കൾ മുഖേന ഭാര്യയെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് താൻ ഇതിൻ്റെ കാര്യങ്ങൾ അറിയുകയും ഇതിൻ്റെ തെളിവ് സഹിതം പോലീസിന് പരാതി നൽകുകയും ചെയ്തത്. പക്ഷേ നാട്ടിലെത്തിയിട്ട് കുടുംബസമേതം ഭർത്താവിനെ കൂട്ടി തന്നെയാണ് ഈ യുവതി നാട്ടിലെത്തുന്നത്. എത്തിയതിനു ശേഷമാണ് ഇദ്ദേഹത്തെ പല കൗൺസിലിങ്ങിനായി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ദിവസവും കൗൺസിലിങ്ങിന് കൊണ്ടുപോയ സമയത്ത് ഇയാൾ വരാൻ തയ്യാറായില്ല. തുടർന്ന് ഇവർ വാക്കുതർക്കം ഉണ്ടാകുന്നു. അത് വലിയൊരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു. ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ തന്നെ പറയുന്നത്. ആ മർദ്ദനത്തിന് ശേഷം ഭർത്താവ് ഒളിവിൽ പോയ സാഹചര്യമാണുള്ളത്. അങ്ങനെ ഗുരുതരമായിട്ട് പരിക്കേറ്റ ഭാര്യ
വയ്യ. ഇപ്പോഴും കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. തുടർന്നാണ് അവർ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായത്. പോലീസിന് ഇതിൻ്റെ തെളിവുകൾ സഹിതം ഇതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് ഫോണിലെ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ തെളിവുകളെല്ലാം തന്നെ പോലീസിന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ പരാതിയോടൊപ്പം തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇവർക്കൊരു കുട്ടിയുണ്ട്, 4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ഈ കുട്ടിയോടും ലൈംഗിക ചേഷ്ടകൾ കാണിച്ചിരുന്നുവെന്നും ഈ ഭാര്യയുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇവരുടെ പരാതിയിൽ എത്രത്തോളം വ്യക്തതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സത്യസന്ധമായ പരാതിയാണ് എന്നുകൂടി പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അന്വേഷണം നമുക്കറിയാം, ഇത് മറ്റൊരു രാജ്യത്ത് നടന്നൊരു സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകളൊക്കെ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് പോലീസിന്. ഇത് ചിത്രീകരിച്ച ഡിവൈസ്, അതായത് മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് റിക്കവർ ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു സംഭവം ഈ ഒരു വലിയ രീതിയിൽ ഞെട്ടലുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതിക്രൂരമായിട്ട് ഈ ഭാര്യയെ മർദ്ദിച്ച് അവശയാക്കുകയും ചെയ്തു. ഇതിൻ്റെ നിലവിൽ കേസുണ്ട്. അതുപോലെ തന്നെ ഈ സൈബർ സംബന്ധമായ കേസും നിലനിൽക്കുന്നുണ്ട്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. ടോം, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്? ഇവരുടെ അനുമതിയില്ലാതെ ബലപ്രയോഗത്തോടു കൂടിയാണോ? മറ്റ് ഭീഷണിപ്പെടുത്തലുണ്ടായിരുന്നോ? മറ്റ് പല രീതിയിലുള്ള ചൂഷണമോ മർദ്ദനമോ ഈ യുവതിക്ക് ഏൽക്കേണ്ടി വന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത് ഭർത്താവിനെതിരെയുള്ള ആരോപണമാണ് കൂടുതലായിട്ടും പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ്. പല കാര്യങ്ങൾക്കും തന്നെ പല രീതിയിൽ നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും താൻ വഴങ്ങിയിട്ടില്ല എന്നൊക്കെ പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്കുള്ള സംശയം, ഇത് ഈ പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ഇതിൽ നിന്ന് പണം കൈക്കലാക്കാനുള്ള ഒരു ശ്രമമാണോ ഇതിൻ്റെ പിന്നിൽ നടത്തിയത്? അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഉള്ള സംശയം ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ഗൗരവമായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നതും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വിദേശത്താണ് നടന്നത്. വിദേശത്ത് നടന്ന സംഭവം നാട്ടിലെ പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിരുന്നതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മൊഴിയും പോലീസിന് കൊടുത്തിരിക്കുന്നു. പോലീസിന് കൃത്യമായ അന്വേഷണം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് വലിയ ഗൗരവത്തോടെ തന്നെ പോലീസ് ഏറ്റെടുക്കുന്നു. ഇതിൻ്റെ തുടർന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങാനുള്ള ഒരു പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് ടോം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര ഏജൻസിയുടെ ഒരു സഹായത്താൽ മാത്രമേ ഇതിൻ്റെ മറ്റൊരു വെബ്സൈറ്റ് വഴി, അതായത് മറ്റു രാജ്യത്ത് നിന്ന് അപ്ലോഡ് ചെയ്ത സംഭവമാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ പോലീസിന് ലഭ്യമാവുകയുള്ളൂ. ഇനിയിപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ നീങ്ങുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ യുവതിയുടെ പരാതി ഗൗരവമായി തന്നെ പോലീസ് കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ രേഖകൾ കൃത്യമായി പരിശോധിക്കുന്നു. സൈബർ ഫോറൻസിക് സംഘമടക്കം ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട് കേട്ടോ. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 2 പേർ പിടിയിൽ. മഞ്ചേശ്വരം കേതമ്പാടി സ്വദേശികളായ മുഹമ്മദ് സാദിൻ, റിസ്വാൻ എന്നിവരാണ് പിടിയിലായത്. 14ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളെ മംഗളൂരുവിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇത് ഈ വിവാഹ വാഗ്ദാനം നൽകി, അതല്ലെങ്കിൽ പ്രണയം നടിച്ചുള്ള പീഡനം എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതെങ്ങനെയാണ് ഈ പീഡന പരാതി പോലീസിന് മുൻപാകെ വരുന്നത്? പെൺകുട്ടികൾ നേരിട്ട് പരാതി നൽകുകയായിരുന്നോ, അതോ ഇവരുടെ കുടുംബമാണോ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്? ടോമെ, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കാസർഗോഡ് നിന്നും പുറത്തു വരുന്നത്. അതായത് ഒരേ വീട്ടിലെ 2 പെൺകുട്ടികളെ, 14ഉം 16ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ ഇത്തരത്തിൽ സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെടുകയും പിന്നീട് ഇവരെ മംഗളൂരുവിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതി.
അതായത് ഈ പെൺകുട്ടികളെ കാണാനില്ല എന്നായിരുന്നു ആദ്യം പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയത്. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പെൺകുട്ടികൾ മംഗളൂരുവിലുണ്ടെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ മംഗളൂരുവിലെ ലോഡ്ജ് മുറിയിൽ നിന്നാണ് ഇവരെ ഈ സംഘത്തെ പിടികൂടുന്നത്. ഏതായാലും മഞ്ചേശ്വരം കേതമ്പാടി സ്വദേശികളായ മുഹമ്മദ് സാദീൻ അതോടൊപ്പം റിസ്വാൻ ഇങ്ങനെ 2 പേരാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ പിടിയിലായത്. 14 വയസ്സുള്ള പെൺകുട്ടിയുമായാണ് ആദ്യം ഈ യുവാക്കൾ ഈ സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെടുന്നത്. പിന്നീട് ഇവർക്ക് പ്രലോഭനം ഒക്കെ നൽകി ഇവരെ മംഗളൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. കാറിൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 14ഉം 16ഉം വയസ്സുള്ള ഒരേ വീട്ടിലുള്ള 2 പെൺകുട്ടികളെ ഇത്തരത്തിൽ കൊണ്ടുപോയി മംഗളൂരിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ഏതായാലും ഈ 2 പേരെയും ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്ത് പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ദിനേശ് ആണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഇവർ 2 പേരെയും കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ബൈജു? ഇതിനു മുൻപ് ഏതെങ്കിലും സമാനമായ രീതിയിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടോ? മാത്രമല്ല ഇങ്ങനെ ഒരു പെൺകുട്ടികളെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത 14ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളാണ് ഇവർ കടത്തിക്കൊണ്ടുപോയത്. ഇവർക്ക് മറ്റാരുടെങ്കിലും സഹായം ഉണ്ടായിരുന്നോ? ഇവരുടെ ലക്ഷ്യം ഈ പെൺകുട്ടികളെ ഇങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നതിനപ്പുറം മറ്റേതെങ്കിലും രഹസ്യ അജണ്ട ഇതിന് പിന്നിലുണ്ടായിരുന്നോ? ടോമെ, മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സംഭവം തന്നെയെന്നാണ്. ഈ 14 നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 14 വയസ്സുള്ള പെൺകുട്ടിയെയാണ് ഇവർ ആദ്യം സ്നാപ്ചാറ്റിലൂടെ കെണിയിൽ വീഴ്ത്തുന്നത്. പിന്നീട് ഈ 14 വയസ്സുകാരുടെ അതേ വീട്ടിലുള്ള 16 വയസ്സുള്ള പെൺകുട്ടിയെയും ഇവർ ഇത്തരത്തിൽ പ്രലോഭിപ്പിച്ച് മംഗളൂരിൽ കൊണ്ടുപോകുന്നു. കാറിലാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് ഈ പീഡനം നടന്നത്. അതിൽ ഈ കുടുംബം ഇങ്ങനെ കാണാനില്ല എന്നായിരുന്നു ഇതിൽ ആദ്യം പരാതി ഉണ്ടായത് ഹോസ്ദുർഗ് പോലീസിൽ. പിന്നീടാണ് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഈ പെൺകുട്ടികളോടൊപ്പം ഈ 2 പേരും ഇങ്ങനെ ഉണ്ട് എന്ന വിവരം പോലീസിന് വിവരം കിട്ടുന്നത്. ഈ പ്രതികളെ കുറിച്ച് മറ്റെന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ ഇനി പുറത്തറിയാനുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഈ പെൺകുട്ടികളെ ഇത്തരത്തിൽ ഇവർ പരിചയപ്പെട്ടു. പിന്നീട് ഇവർ കാറിൽ ഈ 2 പേരെയും മംഗളൂരിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നുമാണ് ഈ പീഡനത്തിന് ഇരയായിരിക്കുന്നത്. അത് സംബന്ധിച്ച് വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി കൃത്യം അത്ര ശാസ്ത്രീയമായ തെളിവുകളോട് തന്നെയാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതികളെ കൂടുതൽ ചോദ്യം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഹോസ്ദുർഗ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ പോലീസിന് ഇനി അന്വേഷണം നടത്താനുണ്ട്. ഇവർ ഇത്തരത്തിൽ മറ്റ് കുട്ടികളെയും വശത്താക്കി അല്ലെങ്കിൽ കെണിയിലാക്കിയോ എന്നാണ് പോലീസ് പ്രത്യേകമായി പരിശോധിക്കുന്നത്. നേരത്തെയും നമ്മൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി സ്നാപ്ചാറ്റ് പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തും പിടിയിലായിരുന്നു. പക്ഷേ ഒരേ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ 14ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികൾ എന്നതാണ് ഈ സംഭവത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാസർഗോഡ് നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതും. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഒരേ വീട്ടിലെ 2 പെൺകുട്ടികളെയാണ് ഈ യുവാക്കൾ പ്രണയം നടിച്ച് മംഗലാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്തത്. പ്രതികൾ കൂടുതൽ പെൺകുട്ടികളെ സമാനമായ രീതിയിൽ ലൈംഗിക അതിക്രമത്തിന് ഇരകളാക്കിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇടവേള. സാറേ കൊല്ലത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിക്ക് പോലീസ് CPR നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ചടയമംഗലം പോലീസിന്റെ സംയോജിതമായ ഇടപെടലിലാണ് പെൺകുട്ടിക്ക് ജീവൻ
തിരികെ കിട്ടിയത്. മൊബൈൽ ഉപയോഗിച്ചതിന് വീട്ടുകാർ ശാസിച്ചതിനെ തുടർന്നാണ് പെൺകുട്ടി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. SI മനോജും ഹോംഗാർഡ് ജ്യോതിയുമാണ് പെൺകുട്ടിക്ക് CPR നൽകിയത്. 7 മിനിറ്റോളം CPR നൽകിയാണ് 17-കാരിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. അനക്കമുണ്ടായതോടെ പോലീസ് ജീപ്പിൽ തന്നെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വിവരങ്ങളുമായി S വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, എന്തായാലും ഇവിടെ പോലീസിന്റെ ഒരു കൃത്യമായ ഇടപെടൽ, അത് കാരണം ഈ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് വീട്ടുകാർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനെ എതിർക്കുന്നു, അതിന് വിലക്കേർപ്പെടുത്തുന്നു, വഴക്ക് പറയുന്നു. അതിന്റെ മനോവിഷമത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ഉടൻ തന്നെ പോലീസ് എങ്ങനെയാണ് അവിടെ എത്താൻ പോലീസിന് കഴിഞ്ഞത്? അതിനുശേഷമുള്ള സംഭവവികാസങ്ങൾ എങ്ങനെയായിരുന്നു? തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. വീടുകളിലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ മൊബൈൽ ഉപയോഗം അത് വലിയ രീതിയിൽ ചർച്ചയായി തന്നെ മാറുന്നുണ്ട്. കാരണം സ്കൂളുകളിലൊക്കെ നല്ല രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വീട്ടിലെത്തുമ്പോൾ ഇവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് വീട്ടുകാർ വിലക്കിയാൽ പോലും വീണ്ടും മൊബൈൽ ഫോൺ അഡിഷൻ ഒരു വല്ലാത്തൊരു അവരെ ഒരു മനോനില തെറ്റുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഒരു സംഭവം അത് തന്നെയാണ് ടോം സൂചിപ്പിച്ചത്, കറക്റ്റാണ്. കഴിഞ്ഞ ദിവസം ഈ ചടയമംഗലം സ്റ്റേഷൻ പരിധിയിലാണ് 17 വയസ്സ് മാത്രമേ ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ. മൊബൈൽ ഫോണിന്റെ അമിതമായിട്ട് ഉപയോഗം വീട്ടുകാർ വിലക്കി. മാതാവ് മൊബൈൽ ഫോൺ പിടിച്ചു മാറ്റിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഉണ്ടായ ഒരു മനോവിഷമത്തിലാണ് പെൺകുട്ടി വീട്ടിനുള്ളിൽ കയറി കതകടച്ചു. മാതാവ് പലതവണ വിളിച്ചെങ്കിലും ഈ പെൺകുട്ടി കതക് തുറക്കാൻ തയ്യാറായില്ല. മൊബൈൽ ഫോൺ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പോലീസിന് പറയുന്നത്. പക്ഷേ എന്തായാലും ഇത് വളരെ ഗൗരവത്തോടെ തന്നെ പോലീസിൽ ഇതൊരു വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ SI മനോജ്, അതുപോലെ തന്നെ ജ്യോതി, CPO ജ്യോതി, അങ്ങനെ 2 പേരായിരുന്നു. ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അവർ ഞൊടിയിടയിൽ ഈ സംഭവ സ്ഥലത്ത് എത്തി എന്നുള്ളതാണ്. എത്തിയപ്പോൾ പോലീസാണ് വിളിക്കുന്നത്, കതക് തട്ടി വിളിച്ചു. അപ്പോൾ പെൺകുട്ടി പ്രതികരിച്ചു എന്ന് പറയുന്നുണ്ട് SI. തുടർന്ന് ഈ മാതാവുമായിട്ട് സംസാരിച്ചു. ഇതിന്റെ നിജസ്ഥിതികൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്താണ് ഈ റൂമിനുള്ളിൽ നിന്നും അസ്വാഭാവികമായ ഒരു ശബ്ദം ഇവർക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവർക്ക് സംശയം തോന്നി. പെട്ടെന്ന് തന്നെ കതക് തുറക്കാൻ പറഞ്ഞപ്പോൾ യാതൊരു പ്രതികരണവുമില്ലായിരുന്നു. അങ്ങനെ വീടിന്റെ വെളിയിൽ വരികയും ഈ ജനലിന്റെ ഗ്ലാസ് ഇവർ തന്നെ തല്ലിപ്പൊളിച്ചിട്ട് ഒരു ടോർച്ച് വെച്ച് അടിച്ചു നോക്കിയപ്പോഴാണ് ഈ പെൺകുട്ടി ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. ഈ പെൺകുട്ടി ചവിട്ടിയിരുന്ന സ്റ്റൂള് മറിച്ചിട്ട ഒരു സൗണ്ടായിരുന്നു ഇവർ കേട്ടതെന്ന് അപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ കതക് ചവിട്ടി പൊളിക്കുകയാണ് ഉണ്ടായത്. പൊളിച്ച് ഉള്ളിൽ പ്രവേശിച്ച് കുട്ടിയെ ഇറക്കി ബെഡിൽ കിടത്തിയിട്ട് പലതവണ വിളിച്ചെങ്കിലും കുട്ടി കണ്ണു തുറക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് CPR നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു 6-7 മിനിറ്റ് സമയത്തോളം നല്ല രീതിയിൽ CPR നൽകുകയും കുട്ടിക്ക് ചില ജീവന്റെ തുടുപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ സമീപത്തുള്ള അഞ്ചലുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ട് വരുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ പോലീസിന്റെ ഈ സമയോചിതമായ ഒരു ഇടപെടൽ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം പോലീസുകാരുടെ ചെറിയൊരു വീഴ്ച പറ്റിയാൽ പോലും വലിയ രീതിയിൽ അവരെ വിമർശിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവരുടെ ഈ ഒരു പ്രവൃത്തി പോലീസ് സമയോചിതമായി ഇടപെട്ടതുകൊണ്ടാണ് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അത് എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങൾ ഇവരെ പിന്തുണച്ചുകൊണ്ടുള്ള, പോലീസുകാരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റ്സുകളെല്ലാം വരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും നമ്മൾ SIയുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു നിർദ്ദേശമുണ്ട്. ഇങ്ങനെ ഒരു കുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ പെട്ടെന്ന് തന്നെ ഒരു സഹായം ചോദിച്ച് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടിയിലേക്ക് നീങ്ങണം, പെട്ടെന്ന് അവിടെ എത്തണം എന്നൊരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് തങ്ങളത് ചെയ്തത് എന്നാണ് SIയും പറഞ്ഞത്. എന്തായാലും നല്ലൊരു മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തത്. പക്ഷേ ടോം ആദ്യം സൂചിപ്പിച്ചതാണ് ഏറ്റവും വലിയൊരു ഗൗരവം. ഈ കുട്ടികൾ ഇത്തരം പ്രവണതകൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ജില്ലയിൽ തന്നെ മൊബൈൽ ഫോൺ വിലക്കിയതിന് പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ ജീവൻ വെടിയുന്ന തരത്തിലുള്ള പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇതും സംഭവിക്കുമായിരുന്നു. പോലീസിന്റെ ഒരു ഇടപെടൽ കൊണ്ട് എന്തായാലും അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ഒഴിവാകേണ്ടി വന്നു. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ് ഈ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായത്. മാസപ്പടി കേസിൽ വീണ്ടും ED റെയ്ഡ്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിലാണ് പരിശോധന. നേരത്തെ നടന്ന റെയ്ഡിന്റെ തുടർച്ചയാണിത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്ററായ N നന്ദുലാലിന്റെ വീട്ടിലടക്കം
പരിശോധന നടത്തുന്നത്. TVNയുടെ ഭർത്താവ് PM മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് കൂടിയാണ് നന്ദലാൽ. പരിശോധന രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM ജില്ലാ സെക്രട്ടറി M മഖബൂബ് ആരോപിച്ചു. ഒരു കാരണവുമില്ലാതെ റെയ്ഡ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ED-ക്കാരെ കൊണ്ട് നടക്കുന്നത് BJP-ക്കാർ മാത്രമല്ല, കോൺഗ്രസിൻ്റെ കൂടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അല്ല, അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞു. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട്. അനീഷ്, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് 8 ഇടങ്ങളിലാണ് പരിശോധന. അത് കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ്. ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണോ? എന്താണ് ED വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? നേരത്തെ തന്നെ മുൻ സംസ്ഥാന മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെയും ഒപ്പം മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായ റിയാസിന്റെയും നിലവിലെ ബേപ്പൂർ MLA കൂടിയാണ്, അദ്ദേഹത്തിന്റെ വീട്ടിലുമൊക്കെ പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പരിശോധനകളുടെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളുടെ വീടുകളിൽ ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. നേരത്തെ നടത്തിയ റെയ്ഡിൽ പിണറായി വിജയന്റെ മകൾ T വീണയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ചില ഡയറികളിലെ പേരുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് എന്ന് ആണ് ഈ ED-യിൽ നിന്ന് നൽകുന്ന ഒരു വിവരങ്ങൾ. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് രാവിലെ തന്നെ കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഡെസ്റ്റിനേഷൻ കോർഡിനേറ്ററായ നന്ദലാലിന്റെ കോഴിക്കോട് ഈസ്റ്റിലുള്ള വീട്ടിലെത്തിയത്. അപ്രതീക്ഷിതമായ ഒരു വരവായിരുന്നു, അല്ലെങ്കിൽ ഒരു മിന്നൽ പരിശോധന എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു റെയ്ഡായിരുന്നു ഇത്. മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും DYFയുടെ പ്രാദേശിക നേതാവുമൊക്കെയാണ് ഈ നന്ദലാല്. ഒപ്പം ഇതുപോലെ തന്നെ റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ P നിഖിൽ. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലും തറവാട് വീട്ടിലുമടക്കം പരിശോധനകൾ നടക്കുന്നു. അദ്ദേഹം ഒരു പരസ്യ കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷമായിരുന്നപ്പോൾ കോൺഗ്രസ് ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഇവരുടെയൊക്കെ അടക്കമുള്ള സാമ്പത്തിക സോഴ്സുകളെ കുറിച്ചും ഇവരുടെ വരുമാന മാർഗങ്ങളെ കുറിച്ചും ഇവരുടെ വ്യാപാര ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ പരിശോധിക്കണമെന്നൊക്കെ ഉള്ള ആവശ്യമൊക്കെ ഉയർന്നു വന്നിരുന്നതാണ്. എന്തായാലും ഈ രണ്ടു പേരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണ് കൂടുതലായും പരിശോധന നടത്തിയത്. എന്തെങ്കിലും സാധന സാമഗ്രികളും മറ്റുമൊക്കെ പിടിച്ചെടുത്തോ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകൾ കണ്ടെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ഒരു സ്ഥിരീകരണം ED-യുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. നേരത്തെ തന്നെ ഈ T വീണയ്ക്ക് എക്സാലോജിക്ക കമ്പനിക്കും അപ്പുറം മറ്റ് ചില സ്ഥാപനങ്ങളിലും ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിലുള്ള ഒരു സ്ഥാപനം ഉള്ളതായി ED കണ്ടെത്തിയിരുന്നു. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ നിഖിലും നന്ദലാലിനും ഒക്കെ ഇടപാടുകൾ ഉണ്ടോ എന്നടക്കമുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ നടത്തിയ പരിശോധനകളുടെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഇത്തവണ പരിശോധനകൾ നടത്തുന്നത്. കൂടുതൽ എന്തൊക്കെ വിവരങ്ങൾ ഈ പരിശോധനകളിൽ നിന്നും ലഭിക്കും, അല്ലെങ്കിൽ അടുത്ത നടപടി എന്താണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ED-യിൽ നിന്നൊരു സ്ഥിരീകരണം ലഭിക്കുന്നില്ല. എന്തായാലും മുഹമ്മദ് റിയാസിനെ കൂടി ഈ കാര്യത്തിൽ ED ലക്ഷ്യം വെക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ പരിശോധനകളിൽ നിന്നും വ്യക്തമാകുന്നത്. ടോം, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിലാണ് ED വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നു. നേരത്തെ നടന്ന റെയ്ഡിന്റെ തുടർച്ചയെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്നാൽ ഈ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPM-ന്റെ ആരോപണം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാണെന്ന് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.